87-ാമത്തെ സങ്കീർത്തനമാണ് നാം ദൈവസന്നിധിയിൽ ധ്യാനിച്ചത്. ആമേൻ. സ്തോത്രം. അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. യഹോവ വിശുദ്ധ പർവ്വതത്തിൽ സ്ഥാപിച്ച നഗരത്തെ, സിയോന്റെ പടിവാതിലുകളെ തന്നെ യാക്കോബിന്റെ സകല നിവാസങ്ങളെക്കാളും അധികം സ്നേഹിക്കുന്നു. നോക്കണമേ, യാക്കോബിന്റെ സകല നിവാസങ്ങളെക്കാളും അധികം സ്നേഹിക്കുന്നു. ആരെ? ആമേൻ. സ്തോത്രം. യഹോവ വിശുദ്ധ പർവ്വതത്തിൽ സ്ഥാപിച്ച നഗരത്തെ, സിയോന്റെ പടിവാതിലുകളെ തന്നെ. നോക്കണമേ, സിയോനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ദൈവം നട്ടതിനെ ദൈവം സ്നേഹിക്കുന്നു. മനസ്സിലായോ? ഹല്ലേലൂയ. ആമേൻ. ദൈവം സ്ഥാപിച്ചൊരു സ്ഥാപനത്തെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. യഹോവ വിശുദ്ധ പർവ്വതത്തിൽ സ്ഥാപിച്ച നഗരത്തെ, സിയോന്റെ പടിവാതിലുകളെ തന്നെ അധികം സ്നേഹിക്കുന്നു. 24-ാം സങ്കീർത്തനം ഒന്ന് വായിച്ചാട്ട്. 24-ാം സങ്കീർത്തനം അതിന്റെ 1-2 വാക്യങ്ങൾ. ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? നോക്കണമേ, ഭൂമിയെ കുറിച്ച് പറയുകയാ. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. നോക്കണമേ, ഈ വലിയ ഭൂമിയെ ദൈവം സ്ഥാപിച്ചത് സമുദ്രങ്ങളുടെ മുകളിലാ, വെള്ളങ്ങളുടെ മുകളിലാ, നദികളുടെ മുകളിൽ. എന്താ പ്രത്യേകത? സമുദ്രത്തിൽ അവൻ അലയടിച്ചുയരുന്ന തിരമാലകൾ വളരെ വലുതാ, അത് ഭീമാകാരമാണ്, അത് ഇളകിക്കൊണ്ടിരിക്കുന്നതാണ്, അത് വലുതാണ്, സമുദ്രത്തിലുള്ള എല്ലാത്തിനും തകർത്ത് കളയാൻ കഴിയുന്നതാണ്. അവൻ അല്ലെങ്കിൽ എപ്പോഴും അവൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എപ്പോഴും ഇളകി മറിയുന്നതിൻ്റെ മുകളിലാണ് ദൈവം ഒരു വലിയ ഭൂമിയെ, അവൻ സ്തോത്രം, ദൈവം ആക്കി വച്ചിരിക്കുന്നത്, ദൈവം സ്ഥാപിച്ചിരിക്കുന്നത്, ദൈവം അവൻ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അവിടുന്ന് ഒരു ദൂത് പറയാം. അവൻ നമ്മുടെ അനുദിന ജീവിതത്തിൽ എന്നെയും നിങ്ങളെയും ആക്കിയിരിക്കുന്ന സ്ഥലം ഞാൻ നിങ്ങൾ ചോദിച്ചേക്കാം, ഇവിടെ എങ്ങനെ ഉറയ്ക്കും? ഈ വിഷയത്തിൽ എങ്ങനെ നിൽക്കും? എങ്ങനെ ഉറപ്പോടെ നിൽക്കും? പക്ഷേ ഒരു കാര്യം പരിശുദ്ധാത്മാവിൽ പറയാം, ദൈവം നമ്മെ നട്ടാൽ, ദൈവം നമ്മെ ഉറപ്പിച്ചാൽ, ദൈവം നമ്മെ നിലനിർത്തിയാൽ, അതിനെ പറിക്കാൻ, അതിനെ ഇടർച്ചയാക്കാൻ, അതിനെ തകർത്ത് കളയാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ആമേൻ. ഒരു പവറിനും സാധ്യമല്ല, ഒരു വ്യക്തിക്കും സാധ്യമല്ല. ദൈവത്തിന്റെ നടിയിൽ എപ്പോഴും സ്പെഷ്യലാ. ഹല്ലേലൂയ. എവിടെ എഴുതിയിരിക്കുക? യഹോവ വിശുദ്ധ പർവ്വതത്തിൽ സ്ഥാപിച്ച നഗരത്തെ. നോക്കണമേ, ദൈവത്തിന്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവേ നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ കയറും? ഹല്ലേലൂയ. നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? ഹല്ലേലൂയ. നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആർക്ക് കയറാൻ കഴിയും? ദൈവം നട്ടവന് മാത്രമേ കഴിയാൻ കഴിയൂ. അവൻ ദൈവം നട്ടവന് മാത്രമേ, ദൈവം വിളിക്കുന്നവന് മാത്രമേ. നാം ഹല്ലേലൂയ മോശയെ കുറിച്ച് കേൾപ്പാനിടയായി. അവൻ സ്തോത്രം, ഹല്ലേലൂയ, യിത്രോവിന്റെ ആടുകളെ മേയിച്ചു നടന്ന മോശ, അവൻ ഹോരേബിൽ ആ മരുഭൂമിക്ക് അപ്പുറം ഒരു കാഴ്ച കാണുകയാ. മുൾപ്പടർപ്പ് നിന്ന് കത്തുന്നു. അവൻ എന്നാൽ അത് വെന്തു പോകുന്നില്ല. കാഴ്ച എന്താണെന്ന് അറിയാൻ വേണ്ടി അവനെ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി ചെന്ന മോശയോട് ദൈവം സംസാരിക്കുക, മോശയെ, മോശയെ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളക. ഹല്ലേലൂയ. ദൈവം നമ്മെ നട്ടിരിക്കുന്നത് വിശുദ്ധിയുടെ മുകളിലാണ്, വിശുദ്ധ പർവ്വതത്തിലാണ്. അവൻ സ്തോത്രം. ഏതെങ്കിലും ജീവിതം നയിച്ചിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരാൻ കഴിയത്തില്ല. മോശയോട് പറയുക, മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാ. അതുകൊണ്ട് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇന്ന് പകലിൽ ആത്മാവിൽ അർപ്പിക്കുക, ദൈവമാ നമ്മെ നട്ടെന്ന് ബോധ്യമുള്ളവർ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? അവൻ അതിനെ പൊളിച്ചു കളയുവാൻ, അതിനെ പറിച്ചു കളയുവാൻ, അതിനെ ഇല്ലാതാക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. രണ്ടാമത്തെ കാര്യം പറയുക, ആ നട്ടവരെ ദൈവം അധികം സ്നേഹിക്കുന്നു. കുറച്ചൊന്നുമല്ല, അധികം. ഇന്ന് പകൽ ആ ഉറപ്പകത്ത് വേണം. നമ്മുടെ ഉടയവനാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. മറ്റാർക്കും അത്രയും സ്നേഹിക്കാൻ കഴിയത്തില്ല. കഴിയുമോ?
ഇല്ല. ഇസ്രായേലിനോട് പറയാം, ഞാൻ നിന്നെ വീണ്ടെടുത്തവനും ഞാൻ നിന്നെ വിളിച്ചവനും അവൻ ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് വിളിച്ചു ചേർത്തവനുമായ അവൻ ദൈവമായ യഹോവയാകുന്നു. ഹല്ലേലൂയ. അവൻ ഇന്ന് പകലിൽ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ഒന്നാമത് നാം ഓർക്കേണ്ട കാര്യം, നമ്മെ നട്ട ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ അതെവിടാണെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അത് വിശുദ്ധ പർവ്വതത്തിലായിരിക്കണം. കേട്ടോ, ദൈവം നട്ടു. ദൈവം നട്ടവരെ ദൈവം സ്നേഹിക്കുന്നു. സംഗീതത്തിലേക്ക് മടങ്ങി വരാം. ആമേൻ. അതിന്റെ 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. നിന്നെ കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ അരുളി ചെയ്തിരിക്കുന്നു. ഈ നട്ടിട്ട് ഉപേക്ഷിച്ച് പോയ ഒരു ദൈവമല്ല. ഒരു നഗരത്തെ പണിഞ്ഞപ്പോൾ അടുത്ത കാര്യം പറഞ്ഞു, നിന്നെ കുറിച്ച് ചെറിയ കാര്യങ്ങളൊന്നുമല്ല, മഹത്വമുള്ള കാര്യങ്ങൾ. എത്ര പേർ അത് വിശ്വസിക്കുന്നു? നമ്മളെക്കുറിച്ച് ദൈവം പ്ലാൻ ചെയ്തേക്കുന്ന ചെറിയ കാര്യമേ അല്ല. നമുക്കിപ്പോൾ ചെറുതായിട്ടൊക്കെ തോന്നിയേക്കാം, നമ്മളുടെ മുൻപിൽ ഇപ്പോൾ ഒന്നും കാണുന്നില്ലായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയും മഹത്വമുള്ള കാര്യങ്ങൾ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. മാർത്തയോട് കർത്താവ് പറയും, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് പകലിൽ അവൻ ജീവിതത്തിന്റെ മേഖലകളിൽ ഒരു മഹത്വം കാണാതെ, ഒരു വിടുതലും കാണാതെ, അവൻ ഒരു മറുപടി കാണാതെ ഇരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അവൻ. ഞാനും നിങ്ങളുമെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ പറയാ, ഈ ആണ്ട് കഴിയുന്നതിന് മുൻപേ നീ വിശ്വസിച്ചാൽ മഹത്വം കാണും. കാരണം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക മഹത്വം. അത് വെളിപ്പെടണമെങ്കിൽ വിശ്വസിച്ചാൽ മാത്രം മതി. മാർത്ത പറഞ്ഞു, ആമേൻ സ്തോത്രം, നീ 4 ദിവസം മുമ്പ് വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, സമയം കഴിഞ്ഞു പോയി. ഇതാ നമ്മുടെ ചിന്ത. മഹത്വമൊക്കെ വെളിപ്പെട്ടേനെ, പക്ഷെ ഇച്ചിരി നേരത്തെ വരണമായിരുന്നു. അല്ല, 4 ദിവസം കഴിഞ്ഞാലും നാറ്റം വെച്ചാലും കല്ലറയ്ക്കകത്താണെങ്കിലും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ ദൈവ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അവൻ അത് വെളിപ്പെടുക തന്നെ ചെയ്യും. അതിനെ കളയാൻ ആർക്കും കഴിയത്തില്ല. അപ്പോൾ ഒന്ന്, ദൈവം നട്ടത് വിശുദ്ധ സ്ഥലത്താ, ദൈവത്തിൻ്റെ പദ്ധതിയുള്ളിടത്താ, അതിനെ അധികം സ്നേഹിക്കുന്നു. 2, അതിനെക്കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ. ആമേൻ സ്തോത്രം. അതിൻ്റെ 4-5 വാക്യങ്ങൾ. ഞാൻ എന്റെ പരിചയക്കാരുടെ കൂട്ടത്തിൽ രഹബിനെയും ബാബേലിനെയും ഫെലിസ്ത്യർ, സോർ, കൂഷ് എന്നിവരെയും പ്രസ്താവിക്കും. ഇവൻ അവിടെ ജനിച്ചു, ഇവനും അവനും അവിടെ ജനിച്ചു എന്നും സിയോനെ കുറിച്ച് പറയും. അത്യുന്നതൻ തന്നെ അതിനെ സ്ഥാപിച്ചിരിക്കുന്നു. ഇവനും അവനും അവിടെ ജനിച്ചു എന്ന് എഴുതി വച്ചിരിക്കുന്നു. നാം എവിടെയാ ജനിച്ചതെന്ന് എഴുതി വെക്കുന്നൊരു ദൈവം. നമ്മളെ സംബന്ധിച്ച് അറിയാം, നമ്മൾ ജനിച്ച് വീണ പഞ്ചായത്ത്, ഹോസ്പിറ്റൽ, ആ ഡോക്ടർ അല്ലെങ്കിൽ ആ സ്ഥലം, അതെല്ലാം റെക്കോർഡഡാ അല്ലേ? ഏത് ജില്ല, ഏത് ഹോസ്പിറ്റൽ, ഏത് സ്ഥലം, പ്ലേസ് ഓഫ് ബർത്ത് ഈ ഭൂമിയിൽ റെക്കോർഡഡ് അല്ലേ? അതുപോലെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുത്തൻ ജനിച്ച് വീഴുമ്പോൾ ദൈവം അത് എഴുതി വെക്കുക. ഇവൻ എനിക്ക് വേണ്ടി ജനിച്ചവനാ, ഇവൻ എൻ്റെ പദ്ധതിയിലുള്ളവനാ, ഇവൻ എൻ്റെ ഹിതത്തിലുള്ളവനാ, അവൻ ഇഷ്ടം ചെയ്യാനുള്ളവനാ, ഇവനും അവനും അവിടെ ജനിച്ചു എന്ന് അവനെ കുറിച്ച് പറയും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. 7-ാമത്തെ വാക്യം വായിച്ചാട്ടെ, ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക. എന്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നു എന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയും. സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരല്ല, ഒരുപോലെ പറയും. ഹല്ലേലൂയ. നമ്മുടെ ഉറവ് ജീവനുള്ള കർത്താവില. നമുക്ക് വേണ്ടി അടിപ്പിണരുകളാൽ തകർക്കപ്പെട്ട് നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ അവന്റെ മേലായി. അവൻ നമുക്ക് വേണ്ടി തകർന്നു, അവൻ നമുക്ക് വേണ്ടി മുറിവേറ്റു, അവൻ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന ആ കർത്താവില നമ്മുടെ ഉറവ്, നമ്മുടെ റിസോഴ്സ്. അതിൻ്റെ അപ്പുറം വേറൊന്നില്ല. മനസ്സിലായോ? എൻ്റെ ഉറവുകളൊക്കെയും നിന്നിലൂടെയാണ് എനിക്ക് എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ. വചനത്തിൽ അതല്ലേ പറയുന്നത്, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ. ഹല്ലേലൂയ. ആ കർത്താവിനെ വിട്ടിട്ട് നമുക്ക് എങ്ങും പോകാൻ സാധിക്കത്തില്ല. ദൈവം എവിടെ നട്ടോ, എവിടെ ആക്കിയിരിക്കുന്നോ അവിടെ ആക്കിയിരിക്കുമ്പോൾ ഓർക്കണം, എന്നെ നട്ടൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന് എന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും എല്ലാം അവൻ്റെ കരങ്ങൾ ഭദ്രമാണ്.
നമ്മൾ പലതും കാണുന്നില്ലായിരിക്കാം, അറിയുന്നില്ലായിരിക്കാം. എന്നാൽ ഇന്ന് പകലും ആ സർവശക്തനായ ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.